ഹലോ ഗായ്സ്, ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഞാനും അപ്പൂസും പിന്നെ ഏട്ടനും സച്ചു ഉണ്ട്, അവരപ്പുറത്തുണ്ട്. അവരെല്ലാവരും റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇതാ സച്ചൂട്ടൻ വേഗം വണ്ടിയിൽ കയറുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടി എടുത്തു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്നത് വെള്ളിപറമ്പാണ് കേട്ടോ, കോഴിക്കോട് വെള്ളിപറമ്പ് പെരുമ്പള്ളിക്കാവ് റോഡിനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് കോവൂരുള്ള ശ്രീ വിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നിട്ട് അമ്പലത്തേക്ക് പോണത്. കാരണം എല്ലാ അമ്പലങ്ങളിലും കുറച്ച് ദൂരമാണ്, നടന്ന് പോകാനുള്ള ഒരു ഇതിലില്ല. പിന്നെ തൊട്ടടുത്തൊരു പെരുമ്പള്ളി കാവുണ്ട്, അവിടെ വേണമെച്ചാൽ ഞാനും സച്ചും കൂടിയൊക്കെ പോവാം, അങ്ങനെ നടന്നു പോകാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ അമ്പലങ്ങളിലും എന്താ വെച്ചാൽ ദൂരമാകുമ്പോൾ നമുക്ക് പോയി ഒറ്റയ്ക്ക് പോകാനുള്ള ഇതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഏട്ടനുണ്ടാവണം എപ്പോഴും പോകാൻ. അപ്പോൾ ഏട്ടനാണ് പിന്നെ ഫ്രണ്ടിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. സച്ചു ഇപ്പം എൻ്റെ അടുത്താണ് ഇരിക്കണത്. പിന്നെ ഞാൻ പൂസിനെ കൊണ്ട് പുറകിലാണ് എപ്പോഴും ഇരിക്കാറ്, അതല്ലേ സേഫ്റ്റി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോണ വഴിയിൽ വലിയ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടായില്ല. ഘോഷയാത്ര അമ്പലത്തിലേക്ക് പോവുകയായിരുന്നു. അമ്പലത്തേക്ക് എത്തണേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് ലേറ്റായി, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു 6:15 ആയിരുന്നു. എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങണ്ടേ, അപ്പോൾ സമയമൊക്കെ ആവും. പണ്ടത്തെ പോലെ പെട്ടെന്ന് പോലൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അപ്പൂസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അവൻ്റെ ഇതിലാണല്ലോ എല്ലാവരും പോകണത്, അവൻ്റെ സമയമാണല്ലോ ഇപ്പം നമ്മുടെയും കൂടി ഇത്. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോവാണ്. പോണ വഴിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ വിചാരിച്ചു ആകെ ബ്ലോക്കൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ റോഡിൽ ഇരിക്കേണ്ടി വരുമെന്നൊക്കെ കരുതി. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം ഞാനൊരു ശ്രീകൃഷ്ണ ഭക്തയാണ് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഗുരുവായൂർ പോകുന്നതാണ്. ഗുരുവായൂർ പോയിട്ട് അവിടെ ഒരു ദിവസം നിൽക്കുക, അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഒരു സ്വർഗം കിട്ടിയ ഫീലാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോണ സമയത്ത് തന്നെ ഘോഷയാത്ര അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പം അവിടെ ആ വഴിയിൽ ചെറിയൊരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് ബ്ലോക്കും കാര്യമൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞങ്ങൾ വേഗം എന്താ ചെയ്തത് വെച്ചാൽ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടക്കുക ചെയ്തത്. വണ്ടി കൊണ്ടുപോകാനുള്ള ഇതൊന്നും ഉണ്ടായില്ല, സ്പേസൊന്നും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല വലിയ അമ്പലവുമാണ്. അപ്പോൾ എല്ലാ ആളും ഉണ്ടായിരുന്നു. അപ്പം ബാക്കിൽ നിന്നൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കണത്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പൂസിനേട്ടൻ പിടിച്ചു, ഞാൻ എടുത്തു. പക്ഷെ അത്രയും ക്ലിയറും കാര്യമൊന്നും ഉണ്ടാവില്ല, കാരണം കുറച്ച് ദൂരത്തു നിന്നാവുകൊണ്ടേ നമുക്ക് നമ്മുടെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരക്ക് കാരണം നമുക്ക് ഫ്രണ്ടിലേക്കൊന്നും പോകാനുള്ളൊരു ഗ്യാപ്പും ഉണ്ടായില്ല. എല്ലാവരും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പൂസ് കുറേ നേരം നിന്നപ്പോൾ അപ്പൂസിന് ദേഷ്യം വരലൊക്കെ തുടങ്ങി. വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്ന കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ അമ്പലത്തേക്ക് കയറാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഇത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. കുട്ടികളൊക്കെ ഇങ്ങനെ കൃഷ്ണനായിട്ടും ഒക്കെ, രാധയും കൃഷ്ണനൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. നല്ല രസമാണ്, ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് അപ്പൂസിന് ഇതുപോലെ ഇങ്ങനെ ഒരുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി കഴിയട്ടെ, അവനിപ്പോൾ 9 മാസമല്ലേ ആയിട്ടുള്ളൂ. ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സ് നടക്കാനും ഓടാനൊക്കെ ഉള്ള പ്രായമാകുമ്പോൾ ഇങ്ങനെ ഒരുക്കുമ്പോഴും അവർ അങ്ങനെ നടന്നു പോകണതും ഓടിപ്പോണൊക്കെ കാണാനാണല്ലോ ഭംഗിയുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇനി പിന്നത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പം ഇങ്ങനെ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ കുട്ടി ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നുമല്ലോ. അപ്പം കുഴപ്പമില്ല, ഇനി സമയമുണ്ടല്ലോ, ഉണ്ണിക്കണ്ണനാവാൻ ഇനിയും സമയങ്ങൾ കിടക്കുകയാണല്ലോ. അപ്പം പിന്നെ കുഴപ്പമില്ല. അപ്പോൾ താമരയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ, ഇങ്ങനെ ആടി ആടി വരുന്നുണ്ട്. ആടിനെ കാണുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ. ആ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പേടി ഉണ്ടാവുമല്ലോ, വീഴോ ഇല്ല എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. എന്നാലും ആൾ കുഴപ്പമില്ലാണ്ട് ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നല്ല തിരക്കായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ റോട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നമുക്ക്. നമ്മളിങ്ങനെ നടുക്ക് പെട്ട പോലെയായിരുന്നു. ഏതായാലും കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അപ്പൂസാണെങ്കിലോ അതിക്ക് നോക്കുന്നൊന്നും ഉണ്ടായില്ല. അപ്പൂസ് വേറെ ആരോ ബാക്കിൽ നിന്ന് അപ്പൂസിനെ കളിപ്പിക്കുന്നുണ്ട്, അതിനെ നോക്കിയിരിക്കുകയായിരുന്നു, അയാളെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറയണ്ട അവിടേക്ക് നോക്ക് അപ്പൂ, അവിടേക്ക് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ഇതിൽ കണ്ണനും രാധയുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായി, നന്നായിട്ട് അവർ ചെയ്തു.
കൃഷ്ണനായതും ഒരു പെൺകുട്ടീനെയാണ് തോന്നുന്നു. അപ്പം അന്ന് നല്ല ഭംഗിയിൽ അവർ രണ്ടാളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടു. ഇതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മിസ്സ് ചെയ്യുന്നത് നമ്മുടെ കുട്ടിക്കാലമാണ്. അതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ അവിടേക്കാണ്, അവിടെ ഒരു അമ്പലമുണ്ട് മഹാദേവൻ്റെ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോവാറ്. ഇതൊക്കെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ പുറകെ പോവാറുണ്ട്. പിന്നെ എൻ്റെ മാമൻ്റെ കുട്ടി ഇതുപോലെ കൃഷ്ണനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ നമ്മൾ ആ ഘോഷയാത്രയിൽ ഞാനും അമ്മയും ഞങ്ങളമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോകുന്ന ഒരു ഇതൊക്കെയാണ് ഇപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്തത്. എൻ്റെ അമ്മമ്മ ഇപ്പം ഇല്ല, അമ്മമ്മ മരിച്ചിട്ടിപ്പം 1 വർഷമായില്ല. കഴിഞ്ഞ മെയ്യിലായിരുന്നു മരിച്ചത്. അപ്പം അമ്മമ്മ ഇല്ലാത്ത അമ്മമ്മേനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു നൊസ്റ്റു അടിക്കും. കാരണം ആ പ്രായവും പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ വരും. അപ്പം അവിടെ അങ്ങനെ നമ്മൾ താമസിക്കും. ഇതൊക്കെയാണ് അന്നത്തെ ഒരു സമയം എന്ന് പറയുമ്പോൾ. അങ്ങനെയാണല്ലോ, നമുക്കൊരുപാട് നമ്മൾ സന്തോഷിച്ച് ചിരിച്ച് എന്താ പറയുക, സന്തോഷിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടൂല. അപ്പോൾ ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ പണ്ട് ഉള്ള ഓർമ്മകൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഇതൊന്നും ഒട്ടും എന്താ പറയുക, അവർക്കതൊന്നും അവർ അറിയാനും പോകുന്നില്ല അല്ലേ. എല്ലാവരും ഒന്നെങ്കിൽ ഫോണ് അല്ലെങ്കിൽ ലാപ്പ്, TV, ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഒരു ഇതായിപ്പോയി കുട്ടികൾക്കൊക്കെ. പണ്ടത്തെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് അറിയൂല. അവർക്കൊരു എന്താ പറയുക, ഒരു റിലേഷൻ പോലും ഇല്ല. ഇപ്പം ഒരു നമ്മുടെ റിലേറ്റീവിനെ കണ്ടാൽ പോലും അവർക്കൊന്നും അറിയില്ല ഇത് ആരാന്നോ ഒരു വട്ടം. കാരണം അവർ കാണുന്നില്ല. വർഷത്തിലോ അല്ലെങ്കിൽ 2-3 വർഷം കൂടുമ്പോഴൊക്കെയാണ് വല്ല കല്യാണങ്ങൾക്കോ ഫങ്ഷൻസിനൊക്കെ മാത്രമാണ് നമ്മൾ പോകുന്നതും കാണുന്നതൊക്കെ. അപ്പം അതൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ കുട്ടികൾ അതൊക്കെ മിസ് ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും നന്നായിട്ട് ഇവർ രണ്ടുപേരും ഡാൻസൊക്കെ ചെയ്തു. നല്ല കളർഫുള്ളായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടതിന് ശേഷം അമ്പലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അവിടെ അതിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നുണ്ട്, പ്രസാദം. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളങ്ങനെ മേലിൽ കയറി തൊഴുതു. അങ്ങനെ ഞാനും അപ്പൂസും കൂടി ഇതാ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇപ്പോൾ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന് ഒരങ്കിൾ വന്നിട്ട് പറയുകയാണ് പായസം ഉണ്ട്, പായസം കഴിച്ചോളൂ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ അപ്പൂസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി, അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ.